അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വിൻസർ ആപ്പിൽ കുറച്ച് കൂടുതൽ അപ്ഡേഷൻ ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തു. നമ്മുടെ പല യൂസേഴ്സും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരുവിധം എല്ലാവരും മദ്രസയിലൊക്കെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഒരുവിധം ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇതിൽ കയറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ബാക്കപ്പ് ഒക്കെ എടുത്തു വെക്കാൻ. ഒരു പക്ഷേ അപ്ഡേഷൻ വരുന്ന സമയത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലക്ക്. അപ്പോൾ ഇത് വളരെ വൈകി ഈ ഒരു അപ്ഡേഷൻ വരുത്തിയതിൽ ഞാൻ സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലാണ് മെയിനായിട്ട് നമുക്ക് ടീം മാനേജേഴ്സിനുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളും അവർക്ക് തന്നെയുള്ള ഒരു പോർട്ടലൊക്കെ ഉള്ളത്. അതെന്തായാലും നീട്ടാതെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൽ നമ്മൾ സെറ്റപ്പിൽ പുതിയതായിട്ട് ഇപ്പോൾ ഞാനൊരു ഫെസ്റ്റിവൽ സ്ലോഗൻ ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ എഡിഷൻ ഇതൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണ്. പിന്നെ സിംഗിൾ ഡേ മൾട്ടി ഡേ ഓപ്ഷനാണ്. നമുക്ക് സ്റ്റാർട്ട് ഡേറ്റും മത്സരം അവസാനിക്കുന്ന ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷൻ. പിന്നെ മാർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജഡ്ജസിനെ ഇവിടെ എന്ത് ചെയ്യാം ആഡ് ചെയ്തിട്ട് ചേർക്കാൻ കഴിയും. പിന്നെ ഗ്രേഡ് പോയിൻ്റ് നമുക്ക് നേരത്തെ ഉണ്ട്, പക്ഷേ നേരത്തെ അത് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്രേഡ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഡിസേബിൾ ചെയ്ത് വെക്കാം. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് റാങ്ക് പോയിൻ്റ് ഉണ്ട്. റാങ്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയവർക്ക് കൊടുക്കാനുള്ള പോയിൻ്റ്. ഇത് യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ അതും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു പോയിൻ്റ് നമുക്ക് അതിന് ഗ്രൂപ്പ് ഐറ്റത്തിനുള്ള ഇവിടെ കൊടുക്കാൻ കഴിയും. പിന്നെ നമ്മൾ വന്നാൽ റൂൾസ് ആൻഡ് ലിമിറ്റ്സിൽ നേരത്തെ ഉള്ളതാണ് ഓൺ സ്റ്റേജിനും ഓഫ് സ്റ്റേജിനുള്ള ലിമിറ്റുകൾ. പിന്നെ ഓപ്പൺ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ സെക്ഷൻ ആഡ് ചെയ്തിരുന്നു. അതായത് ജനറൽ പോലെയുള്ള മത്സരങ്ങളിൽ മത്സരാർത്ഥികളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനായിരുന്നു അത്. കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൊട്ടതായ ഷെഡ്യൂളിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഷെഡ്യൂൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൻ സ്റ്റേജോ ഏതാ നമുക്ക് സ്റ്റേജുകളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്ത് പ്രോഗ്രാം എവിടെ നടക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ പേഴ്സണലൈസ് ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആപ്പിൻ്റെ തീമും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടൈറ്റിൽ കേസ് അപ്പർ കേസ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ പ്രിൻറ്റിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഡാറ്റ മാനേജ്മെൻറ്റിൽ അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റിയിൽ നമ്മൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ അഡ്മിൻ്റെ യൂസർ നെയിം. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് അഡ്മിൻ പാസ്വേഡ്. നമ്മൾ ആപ്പ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന യൂസർ നെയിമും പാസ്വേഡാണിത്. അങ്ങനെ ആദ്യം കയറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ടൈം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ആ പാസ്വേഡും യൂസർ നെയിമാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് സേവ് അടിച്ചാൽ മതി. അത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റിങ്സിൽ പറയാനുള്ളത്. പിന്നെ പോസ്റ്റർ ആൻഡ് സർട്ടിഫിക്കറ്റ് ഇതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പോസ്റ്റർ നമുക്ക് നേരത്തെ ഉള്ള ഓപ്ഷനാണ്. പക്ഷേ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു നമുക്ക് അവർ എന്ത് ചെയ്യും പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് അവരെ സ്ഥാപനത്തിൻ്റെ പേരും ഡീറ്റെയിൽസും പ്രോഗ്രാമിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ അവർ വെക്കും. അവർക്ക് ജസ്റ്റ് നമ്മളെ ഐറ്റം നെയിമും റിസൾട്ടും മാത്രം ഇവിടെ ലോഡ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫസ്റ്റിൻ്റെ നെയിം ഡേറ്റ് ലോഗോ വെന്യൂ ഇതൊക്കെ ഓഫ് ചെയ്താൽ എല്ലാം പോകും. പിന്നെ ആ സെക്ഷനും ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ആൾക്കാരുടെ പേര് മാത്രമേ ഇവിടെ വിസിബിൾ ആകുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഇമേജ് ആക്കിയിട്ട് ഇവിടെ അപ്ലോഡ് ഇമേജ് കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് കൊടുക്കാമല്ലോ. അപ്പോൾ അവർ ആ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ചെയ്യും. അപ്പോൾ ആ രൂപത്തിലൂടെ നമുക്ക് പോസ്റ്റർ ചെയ്യാൻ കഴിയും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10 സ്ലോട്ടുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചെയ്ത ഡിസൈൻ സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പോസ്റ്റർ ഷെയർ ചെയ്യുന്ന ഭാഗത്ത് അത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡിസൈൻ ഉണ്ട്. നേരത്തെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നമുക്ക് ഡിസൈൻ ഒന്നെങ്കിൽ A4 ലാൻഡ്സ്കേപ്പ് ആക്കാം, അല്ലെങ്കിൽ പോർട്രേറ്റ് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റാം. പിന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇനി ആരെങ്കിലും സൈൻ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ കൺവീനറൊക്കെ ആയിട്ട് ആരെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അവരുടെ ഡെസിഗ്നേഷനും എന്താ വെച്ചാൽ സെക്രട്ടറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ PNG ഫോർമാറ്റിലുള്ള അവരുടെ സൈന്
അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ സൈന് ഇവിടെ സെൻറ്ററിൽ വരും. ഒരു ഉദാഹരണത്തിന് സൈന് അപ്ലോഡായി. അപ്പോൾ ഉണ്ടോ ഈ ഒരു രൂപത്തിൽ ഇവിടെ സൈന് വരും. അങ്ങനെ 3 സൈന് വരെ നമുക്ക് താഴെ അലൈൻ ചെയ്തിട്ട് വൃത്തിയിൽ കൊടുക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഡിസൈനിലായിരിക്കും സർട്ടിഫിക്കറ്റ് വരിക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സെറ്റപ്പിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ. ശേഷം നമ്മൾ സെറ്റപ്പ് കഴിഞ്ഞ് ഒരു ടീം ഉണ്ടാക്കാൻ പോകേണ്ടി. ടീം എ എന്നുള്ള പേരിലൊരു ടീം ഉണ്ടാക്കി. അപ്പോൾ ഷോർട്ട് നെയിം ഓട്ടോമാറ്റിക്കലി ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. പുതിയൊരു ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്തതാണ്. നേരത്തെ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യേണ്ടിയിരുന്നു. ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് നെയിം നമുക്ക് മാറ്റാവുന്നതുമാണ്. പിന്നെ ചെസ് നമ്പർ റേഞ്ച് ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി 101 മുതൽ 200 വരെയുള്ള ചെസ് നമ്പർ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം. അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ജനറേറ്റ് ചെയ്ത് തന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഓരോ ടീം മാനേജേഴ്സിനും ലോഗിൻ ചെയ്യാനുള്ള ഒരു പോർട്ടൽ ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ടീം എയുടെ ടീം മാനേജർക്ക് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ടീം എ എന്ന് കൊടുത്തു. പാസ്വേഡ് സിമ്പിളായിട്ടുള്ള കൊടുത്താൽ മതിയല്ലേ. എന്നിട്ട് ആഡ് ഗ്രൂപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആ ടീം ഇവിടെ ആഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഈ ടീമിലുള്ള മത്സരാർത്ഥികളെയൊക്കെ ആഡ് ചെയ്യൽ ഈ ടീമിൻ്റെ മാനേജറാണ്. അപ്പോൾ നമ്മൾ ആദ്യം മത്സരങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. മത്സരം ആഡ് ചെയ്യണേ ആദ്യം നമ്മൾ സെക്ഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളൊരു സബ് ജൂനിയർ ഉണ്ടാക്കി. ഇനിയൊരു ജനറലും നമുക്ക് ഉണ്ടാക്കാം. ഇതിലും ഓട്ടോമാറ്റിക്കലി ഷോർട്ട് നെയിം ഇവരും നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. പിന്നെ ഈ ഓപ്പൺ സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നിലവിൽ സബ് ജൂനിയറോ ഒക്കെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി മൊത്തത്തിലൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഒരു മത്സരം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും പങ്കെടുക്കും. ഒരു ഉദാഹരണം പറയാം, ഒരു സ്പോർട്ട് മാഗസിൻ, അതിലാകുമ്പോൾ എല്ലാവരും പങ്കെടുക്കുമല്ലോ. അല്ലെങ്കിൽ മറ്റൊരു ബുക്ക് ടെസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മത്സരം, അതിലെന്ത് ചെയ്യുന്നു, എല്ലാ സെക്ഷനിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ സെക്ഷന് ഇവിടെ അത് ഓപ്പൺ ആക്കിയിട്ട് ഇതും ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 സെക്ഷൻ നമ്മൾ ഉണ്ടാക്കി. ഇനി ഈ സെക്ഷനിലേക്ക് നമുക്ക് കുറച്ച് മത്സര ഇനങ്ങൾ കൂടെ ആഡ് ചെയ്യാം. ബൾക്ക് ആഡിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സബ് ജൂനിയർ ആദ്യം സെലക്ട് ചെയ്തിട്ട് രണ്ട് പ്രോഗ്രാം ആഡ് ചെയ്തു. പ്രിവ്യൂ അമർത്തി കഴിഞ്ഞാൽ താഴെ നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരും. അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ട് ആഡ് ആൾ കൊടുത്താൽ ആ 2 മത്സരം ഇവിടെ ആഡായി. ഇനി നമ്മൾ അടുത്ത ജൂനിയറിൽ ഒരു മത്സരം ആഡ് ചെയ്തു. ഇനി അടുത്തത് ജനറലാണ്. നമ്മൾ ഓപ്പൺ സെക്ഷൻ ആക്കി. ഈ ജനറൽ നമ്മൾ ഓപ്പൺ സെക്ഷൻ ആക്കി. അതുകൊണ്ട് ഇവിടെ ഒരു 2 ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇത് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിൽ പരിഗണിക്കണോ വേണ്ടേ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് നമ്മളൊരു മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിമിറ്റ് വെച്ചിരുന്നു. അതിൽ ഈ ഒരു മത്സരം പരിഗണിക്കുമെന്നാണ്. പൊതുവേ ഇത് പരിഗണിക്കാറില്ല. അതുകൊണ്ട് നമ്മളിത് 2 ഓഫ് ചെയ്ത് വെക്കുന്നു. പിന്നെ വ്യക്തിഗത മത്സരമാകുമ്പോൾ അതുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് ക്യൂസ് കൊടുത്തിട്ട് ആഡ് ആൾ കൊടുക്കും. ക്യൂസ് ഓൾറെഡി നമുക്കുണ്ട്, അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ബുക്ക് ടെസ്റ്റ് ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ 4 മത്സരങ്ങൾ ആഡ് ചെയ്തു. ഷെഡ്യൂൾ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ മലയാളം സ്പീച്ച് ആണെങ്കിൽ മെയിൻ സ്റ്റേജിലാണ്. ടൈം 9:55 AM. സേവ് ചേഞ്ചസ്. ഇംഗ്ലീഷ് സ്പീച്ച് 10:55 AM. ക്യൂസ് നമുക്ക് മറ്റൊരു സ്റ്റേജും കൂടെ ഉണ്ട്, സെമിനാർ ഹാള്. അവിടെ നമുക്ക്
നമുക്കൊരു 3:55 PM സെമിനാർ ഹാള്. അങ്ങനെ നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിപ്പോർട്ട്സിൽ ഷെഡ്യൂളിൽ വന്നു കഴിഞ്ഞാൽ ഷെഡ്യൂൾ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ സ്റ്റേജിൻ്റെ പേരും 2 ദിവസമുള്ള മത്സരമായതുകൊണ്ട് ഡേ 1 എന്നുള്ള രൂപത്തിലൊരു ടേബിളും പിന്നെ സ്റ്റേജ് ബേസിലുള്ള ഒരു ടേബിളും നമുക്കിവിടെ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ അഡ്മിൻ്റെ പരിപാടി ഇവിടെ ഇതോടുകൂടെ കഴിഞ്ഞു. ഇനി മത്സരാർത്ഥികളെ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടീം മാനേജേഴ്സിന് നമ്മൾ കൈമാറുകയാണ്. അപ്പോൾ നമ്മൾ ആപ്പ് ഒരിക്കലും ഓൺലൈൻ അല്ല, മറിച്ച് ഓഫ്ലൈൻ ആപ്പാണ്. അതായത് നമ്മുടെ ഡാറ്റ എല്ലാം നമ്മുടെ ലോക്കൽ സ്റ്റോറേജാണ്, അതായത് നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇൻ കേസ് ഇത് മറ്റു പല ആപ്പുകളിലും ഓൺലൈൻ സെർവറുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലൗഡ് സ്റ്റോറേജിലൊക്കെയാണ് സേവ് ആവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെറ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ തന്നെ ഡാറ്റ എല്ലാം അവർ ചെയ്യുന്നതൊക്കെ നമ്മളിലേക്ക് അപ്ലോഡ് ആവുന്ന ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതായതുകൊണ്ട്, ഇത് ഓഫ്ലൈൻ ആയതുകൊണ്ട് നമ്മൾ മാനുവലി ഈ ഡാറ്റ മറ്റൊരു ഫോണിലേക്ക് അയക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യം. അപ്പോൾ നമ്മൾ ടീംസിൽ വന്നു കഴിഞ്ഞാൽ ഷെയർ മാസ്റ്റർ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഷെയർ മാസ്റ്റർ കോൺഫിഗ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ അയക്കാനുള്ള 3 ഓപ്ഷനുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് എക്സ്പോർട്ട് കോൺഫിഗ് ഫയൽ, അതായത് നമ്മൾ മുമ്പൊക്കെ ബാക്കപ്പ് എടുത്തിരുന്ന JSON ഫയൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡാറ്റ ടീം മാനേജറുടെ മൊബൈലിലേക്ക് എത്തിക്കുക. അതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ നിന്ന് എക്സ്പോർട്ട് എടുത്തിട്ട് ടീം മാനേജറുടെ ഫോണിലേക്ക് ഇത് അയച്ചു കൊടുക്കണം. അങ്ങനെ അവരതിൽ ബാക്കപ്പ് ഇമ്പോർട്ട് ചെയ്യണം. ആ ഒരു രൂപത്തിലാണ് വരിക. രണ്ടാമത്തെ ഓപ്ഷൻ ജനറേറ്റ് അഡ്മിൻ മാസ്റ്റർ QR. ഇത് QR മുഖേന നമ്മൾ നടത്തുന്നൊരു ട്രാൻസ്ഫറാണ്. അതായത് നമ്മളെല്ലാ ഫോണിലുള്ള എല്ലാ ഡാറ്റയും QR രൂപത്തിലാക്കിയിട്ട് അഡ്മിൻ്റെ ടീം മാനേജറുടെ മൊബൈലിലേക്ക് എത്തിക്കുക. അതാണ് ആ മെത്തേഡ്. അടുത്തതാണ് സെൻഡ് ഓവർ വൈഫൈ. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് 3ാമത്തെ ഓപ്ഷനാണ്. ഇൻ കേസ് ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് അഡ്മിൻ മാസ്റ്റർ QRലേക്കോ അല്ലെങ്കിൽ എക്സ്പോർട്ട് കോൺഫിഗ് ഫയലിലേക്കോ പോവാം. എന്താ വെച്ചാൽ സെൻഡ് ഓവർ വൈഫൈ ആണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഈ ജനറേറ്റ് അഡ്മിൻ മാസ്റ്റർ QR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഡാറ്റ എത്ര കൂടുന്നോ അതിനനുസരിച്ച് ബാർകോഡിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും വർക്കായിട്ടില്ലെങ്കിൽ പിന്നെ ഈ 2 ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം സെൻഡ് ഓവർ വൈഫൈ ഓപ്ഷൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സെൻഡ് ഓവർ വൈഫൈ ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ഫോണിൽ QR കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. എൻ്റെ അടുത്തുള്ള മറ്റൊരു മൊബൈലിൽ ഞാൻ വിൻസർ ആപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിൽ ടീം മാനേജറിലേക്ക് പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതിൽ ഗെറ്റ് കോൺഫിഗ് എന്നുള്ള ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ റിസീവ് കോൺഫിഗ് ഓവർ വൈഫൈ എന്ന് കാണാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നടക്കുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഹോട്ട്സ്പോട്ട് വൈഫൈ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ അഡ്മിൻ്റെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ടീം മാനേജറുടെ ഫോണ് ആ അഡ്മിൻ്റെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണ് ഇത് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും റിസീവ് ഞാൻ കൊടുക്കുകയാണ്. പ്രിപ്പയറിങ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് QR കോഡ് റെഡിയായി. അപ്പോൾ ഒന്നാമത്തെ QR സ്കാനായി, എൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ ഇത് കാണിച്ചു. ഒന്നാമത്തെ സ്കാനായി, ഇനി രണ്ടാമത്തെ ഉണ്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ രണ്ടാമത്തെ QR വന്നു. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോണിലൊരു QR തെളിഞ്ഞു. ഇനി നമ്മൾ ടീം മാനേജറുടെ ഫോണിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നെക്സ്റ്റ് സ്കാൻ അഡ്മിൻസ് ആൻസർ QR എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും. അത് നോക്കിക്കഴിഞ്ഞാൽ ടീം മാനേജറുടെ ഫോണിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ ഓപ്പൺ ആയി വരും. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ അത് സ്കാൻ ചെയ്തു. അങ്ങനെ ഒന്നാമത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ബട്ടൺ അടിക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഫോണിൽ ചെയ്തു വെച്ച മത്സര ഇനങ്ങളും അതിലെ ലിമിറ്റുകളും കാര്യങ്ങളൊക്കെ ടീം മാനേജറുടെ ഫോണിലേക്കും എത്തി. ഇനി ടീം മാനേജറുടെ ഫോണിൽ നമ്മളിവിടെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്താൽ ആ ടീം മാനേജർക്ക് ഈ ഗ്രൂപ്പിലേക്കുള്ള ആൾക്കാരെ ആഡ് ചെയ്യാൻ കഴിയും. ഇനി ഇവിടെ 2 ടീമുണ്ട്. 2 ടീമിന് നമ്മൾ ഈ QR കാണിച്ചു കൊടുത്തു.
അപ്പോൾ ടീം എക്ക് ഉള്ള പാസ്വേഡ് അടിക്കുന്ന ഫോണിലേക്ക് ടീം എൻ്റെ കാര്യങ്ങളൊക്കെ എത്തും. മറ്റേ ടീം ബി സി ഒക്കെ ഉള്ള അവരുടെ പാസ്വേഡ് അടിക്കുന്നതനുസരിച്ച് അവരുടെ ഫോണിലേക്കും കാര്യങ്ങളൊക്കെ എത്തും. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടീം മാനേജേഴ്സ് അവരുടെ ഫോണിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ടീം എക്ക് കൊടുത്ത പാസ്വേഡ് നമ്മളിവിടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അങ്ങനെ സൈൻ ഇൻ ആസ് ടീം മാനേജർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ടീം എയുടെ ഡാഷ്ബോർഡിലേക്ക് നമ്മളെത്തി. ഇവിടെ നമുക്ക് ടോട്ടൽ പാർട്ടിസിപ്പൻസ്, അതേപോലെ ഓൺ സ്റ്റേജ് ലിമിറ്റ്, ഓഫ് സ്റ്റേജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാർട്ടിസിപ്പൻസിലേക്ക് വന്നിട്ട് ബൾക്ക് ആഡ് കൊടുത്ത് സെക്ഷൻ ജൂനിയർ, രണ്ട് പേരെ ആഡ് ചെയ്തു. ഇപ്പം നമ്മൾ സബ് ജൂനിയറിലാണ് ആഡ് ചെയ്തത്. ഇനി ജൂനിയറിൽ രണ്ട് പേരെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇനി നമ്മൾ അസൈൻ ഐറ്റം, അതായത് നമ്മൾ ആഡ് ചെയ്ത മത്സരാർത്ഥികൾക്ക് മത്സരങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ബൈ ഐറ്റം, ഇത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തതാണ്. ബൈ ഐറ്റം, ഗ്രിഡ് വ്യൂ, ഗ്രൂപ്പ്സ് ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻ. ഗ്രിഡ് വ്യൂ ആണ് കുറച്ച് എളുപ്പമുള്ളത്. സബ് ജൂനിയർ എടുക്കുന്നു, ലോഡ് ഗ്രിഡ്. ഇവിടെ ടീം എ എന്നുള്ളത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഈ ടീം എൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത്. ഇപ്പോൾ ടീം ബിയിലാണ് ലോഗിൻ ചെയ്തതെങ്കിൽ അവിടെ ടീം ബി എന്ന് ഓട്ടോമാറ്റിക്കലി വരും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ ലോഡ് ഗ്രിഡിൽ വന്നാൽ നമ്മൾ കൊടുത്ത ആൾക്കാരുടെ പേരും മത്സരങ്ങളും വരും. നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ നീല കളറിൽ വരുന്നതാണ് നമ്മുടെ ഓപ്പൺ സെക്ഷൻ. അത് ജനറൽ ആണ് എന്നിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട് കട്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ മത്സരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ജൂനിയറിൽ സേവ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഗ്രൂപ്പ് ഐറ്റം ഒന്നും നമ്മളിപ്പോൾ നിലവിൽ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഐറ്റം നമ്മൾ അഡ്മിൻ്റെ ഡിവൈസിൽ നിന്ന് ആഡ് ചെയ്യണമായിരുന്നു. എന്നിരുന്നെങ്കിൽ നമുക്കിവിടെ അത് ചെയ്യാമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ 4 മത്സരാർത്ഥികൾ നമ്മൾ ആഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ഇത് അഡ്മിൻ്റെ ഡിവൈസിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ടതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചെയ്തു വെച്ച ഡാറ്റ അഡ്മിൻ്റെ ഡിവൈസിലേക്ക് എടുക്കുന്ന രൂപമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ റിസീവ് ഡാറ്റ എന്ന് അഡ്മിൻ്റെ ഇതിലാണ് ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തത്. ടീംസിൽ വന്നിട്ട് റിസീവ് ഡാറ്റ എടുത്തിട്ട് റിസീവ് ഓവർ വൈഫൈ P2P എന്ന ഓപ്ഷൻ എടുത്താൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു നോട്ട് കാണിക്കും. കണ്ടിന്യൂ അടിക്കുക, ക്യാമറ തെളിഞ്ഞു വരും. ഇതായിരുന്നു നമ്മൾ ടീമിൻ്റെ കാര്യങ്ങൾ ചെയ്തു വെച്ചത്. ഇതിൽ ഡാറ്റയിൽ പോയാൽ നമുക്ക് വൈഫൈ P2P ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ QR കോഡ് തെളിഞ്ഞു വരും. സ്കാൻ ചെയ്തു, ഒന്നാമത്തെ കംപ്ലീറ്റായി. നെക്സ്റ്റ് അടിച്ചു, രണ്ടാമത്തെ കംപ്ലീറ്റായി. ഇനി ടീം മാനേജറുടെ ഡിവൈസിൽ അഡ്മിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യണം. നെക്സ്റ്റ് അടിക്കുക. രണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ഡാറ്റ ഒക്കെ നമ്മുടെ ഫോണിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, മലയാളം പാർട്ടിസിപ്പൻസ്, മത്സര ഇനങ്ങൾ ഇവിടെ ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കോർഡിനേറ്റർ കൊടുക്കാം. സോറി, 3 ജഡ്ജിമാരെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ നമ്മുടെ ഫോണിൽ, നമ്മുടെ ആപ്പിൽ ബാക്ക് അടിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതായത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആപ്പ് മൊത്തത്തിൽ എക്സിറ്റ് ആവുന്ന രൂപമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ ബാക്ക് അടിക്കാനുള്ള ഒരു സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. മറ്റേത് നമ്മളിങ്ങനെ ഈ ബാക്ക് ബട്ടൺ യൂസ് ചെയ്യേണ്ട ആവശ്യമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് നമ്മളെ ബാക്ക് ബട്ടണും നാവിഗേഷനും എല്ലാം സപ്പോർട്ടാണ് രൂപത്തിലാണ്.
ഞാൻ സെറ്റപ്പിൽ പോയിട്ട് ജഡ്ജ് 3 ഉള്ളത് 1 ആക്കുന്നു, 100 ഉള്ളത് ഒരു 10 ആക്കുന്നു. സേവ് മാർക്സിൽ വന്നിട്ട് ഇവിടെ ചെന്നിട്ട് ഞാനിത് ഡിക്ലെയർ ചെയ്യുകയാണ്. ഡിക്ലെയർ കഴിഞ്ഞാൽ നമുക്ക് ഷെയറിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പോസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇത് പബ്ലിക് പോഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ ഇവിടെ ഡിസേബിൾ ആക്കിയതാണ് എല്ലാ കാര്യങ്ങളും, അതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്കിവിടെ ഈ റാങ്ക് ബാഡ്ജ് സ്റ്റൈൽ മാറ്റാനുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ക്ലാസിക് റിബണാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇനി മിനിമലിസ്റ്റ് ബാഡ്ജ്, അങ്ങനെ ഒരു 4 ഓപ്ഷൻ, 3D ഷീൽഡ്, ഇമോജി, അങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, റിസൾട്ട് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. പിന്നെ നമുക്ക് പോയിൻറ്റ്സിൽ വന്നാൽ ടീമിന് എന്തെങ്കിലും ബോണസ് പോയിൻ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ടീം ഏതാണ് തിരഞ്ഞെടുക്കുക, ബോണസ് പോയിൻ്റ് എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെന്ന് ആഡ് ചെയ്യാം, എത്ര പോയിൻ്റ് വെച്ചാൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ടീമിൻ്റെ പോയിൻ്റ് നമുക്കിവിടെ കിട്ടും. പിന്നെ വിന്നർ ലിസ്റ്റ് ഉണ്ട്. വിന്നർ ലിസ്റ്റിൽ ഒരാൾ ഇന്ന് അഭിപ്രായപ്പെട്ടതായിരുന്നു റാങ്ക് വൈസിൽ നമുക്ക് കിട്ടാനുള്ളൊരു ഓപ്ഷൻ. അതായത് ഇതിപ്പോൾ ഓൾ റാങ്കാണ്, എല്ലാ റാങ്കുള്ള, അതായത് ഓരോ മത്സരത്തിലെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇറങ്ങുന്ന ഒരു ലിസ്റ്റാണ് ഇവിടെ വരിക. നമ്മളതിൻ്റെ PDF പ്രിൻ്റ് എടുക്കാനും സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടിയ ആൾക്കാർക്ക് മാത്രം, ചിലർക്ക് ഫസ്റ്റിന് സമ്മാനം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റിനുള്ള സമ്മാനം കൊടുക്കാൻ ഈ ലിസ്റ്റാണ്ട് നമ്മൾ പ്രിൻ്റ് എടുത്താൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇട്ട ആൾക്കാരുടെ പേര് മാത്രമേ ഇതിൽ വരുള്ളൂ, അപ്പോൾ അവർക്ക് സമ്മാനം കൊടുക്കാൻ കഴിയും. പിന്നെ സെക്കൻഡിന് തേർഡിനൊക്കെ കിട്ടും. പിന്നെ സ്ഥാനമൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷനാണ് ഇവിടെ. അപ്പോൾ അവരുടെ പേരിങ്ങനെ അവിടെ തെളിഞ്ഞു വരും, അത് നമുക്ക് PDF ആക്കിയിട്ട് എടുക്കാൻ കഴിയും. പിന്നെ സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ റാങ്ക് അനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ളതുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചനുസരിച്ച് PDF ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് എടുക്കാൻ കഴിയും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ആപ്പിൽ പുതിയതായിട്ട് ചേർത്ത മാറ്റങ്ങൾ. അപ്പോൾ ഈ പാസ്വേഡാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ആ പാസ്വേഡാണ് ആപ്പ് തുറക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരിക. അത് അങ്ങനെ ഒരു തവണ നമ്മളത് കൊടുത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റിങ്സിൽ വന്നിട്ട് ഇത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ ഇത്രയും ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രൂപത്തിൽ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഫെസ്റ്റ് നടത്തുന്ന സമയത്ത് ലാപ്ടോപ്പിൽ കൈകാര്യം ചെയ്ത് അങ്ങനെ അത് കൊണ്ടുവരലൊക്കെ ഒരു ജോലിയായി ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴാണ് ഇതൊന്ന് ഫോണിലായി കിട്ടിയാൽ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് ഞാനിത് ഫോണിലേക്ക് ആക്കുന്ന തയ്യാറെടുപ്പും കാര്യങ്ങളും അതിനുള്ള ഒരു ഒരുക്കം എടുക്കുന്നത്. അങ്ങനെ ചെയ്ത് വെച്ചിരുന്നു ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ. പക്ഷെ ഇങ്ങനെ റബീഉൽ അവ്വൽ അടുത്തപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പല ആപ്പുകളും പരിചയപ്പെടുത്തുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി ഞാൻ ചെയ്തൊന്ന് പുറത്തു വിട്ടാലോ എന്ന്. അങ്ങനെയാണ് ഞാൻ കുറച്ചൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ട എന്നുള്ള ആൾക്ക് കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടത്. അൽഹംദുലില്ലാഹ് കുറേ ആൾക്കാർ അത് കണ്ടു. അങ്ങനെ ഓരോരുത്തരോരോ അഭിപ്രായം പറഞ്ഞിട്ടാണ് നമുക്ക് ആപ്പ് ഇത്രയും ഒരു വിപുലീകരിച്ച് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഇൻഷാ അല്ലാഹ്.